ഓം പരാശ്രേഷ്ഠായ നമഃ. ഒരു സ്ത്രീയുടെ പല്ല് കണ്ടാലേ അവളുടെ ഭർത്താവിനെ പറ്റി അറിയാം. ഇത് പരാശര മുറയിലെ ഒരു ഞുണുക്കമാണ്. പല്ല് കണ്ടാലേ ഭർത്താവിനെ പറ്റി അറിയാമെന്ന് ഇതെങ്ങനെ അറിയാൻ സാധിക്കും? ഒരു പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും പല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരകത്വം ഉള്ളത് ചൊവ്വയ്ക്കാണ്. ചൊവ്വാഗ്രഹത്തിന് പല്ല്, രക്തം, പുരുവം ഇതിൻ്റെയൊക്കെ കാരകത്വമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ചൊവ്വാഗ്രഹം എപ്രകാരമാകുന്നുവോ അതിന് അനുസരിച്ചിട്ടുള്ള പല്ലുകൾ അവൾക്ക് വരേണ്ടതാണ്. അപ്പോ ചൊവ്വ എന്ന് പറയുന്നത് സ്ത്രീക്ക് കളത്രകാരകനാണ്. സ്ത്രീക്ക് കളത്രകാരകൻ ചൊവ്വയും കുജൻ, പുരുഷന് കളത്രകാരകൻ ശുക്രനുമാണ് പരാശര മുറയിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചൊവ്വയ്ക്ക് ഉള്ള മറ്റ് കാരകത്വങ്ങളാണ് പല്ല്, മുഖത്തുള്ള പുരുവം, വീണ്ടും രക്തം, ബോഡിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ. ഇനിയും ഒത്തിരി ബോഡിയിൽ കാരകത്വങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പല്ലിനെ ആധാരമാക്കി പറയുന്നുണ്ട്. പല്ല് നല്ല വടിവൊത്ത് ഇരിക്കുകയാണെങ്കിൽ അവളുടെ ചൊവ്വാഗ്രഹം ബലവത്തരമാണ്, വളുവാണ്, ബലമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോ നല്ല നിരയൊത്ത പല്ല് കാണിക്കുന്നത് ആ ചൊവ്വ, ആക്ഷി, ചൊവ്വയ്ക്ക് ഉച്ചം, മൂലത്രികോണം, ബന്ധുക്ഷേത്രം മുതലായ ആ ബലം, നല്ല ഭാവത്തിന്റെ യോഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ബലം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു ജാതകത്തില് ചൊവ്വ, സ്ത്രീ ജാതകത്തില് ചൊവ്വയുടെ കൂടെ രാഹു ചേർക്കെ, കേതു ഗ്രഹ ചേർക്കെ, ശനി ചേർക്കെ, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ജാതകത്തില് നമ്മളൊരു ജാതകം എടുക്കുന്ന സമയത്ത് ആ ജാതകത്തില് ചൊവ്വ ഏത് ഭാവത്തിൽ ഇരുന്നാലും, ഏഴാം ഭാവം തന്നെ ആവണമെന്നില്ല, ഏത് ഭാവത്തിൽ ഇരുന്നാലും ചൊവ്വയുടെ കൂടെ രാഹുവോ കേതുവോ ശനിയോ ചേർന്നാല് നാഡി ജ്യോതിഷ പ്രകാരം ഈ ഗ്രഹച്ചേർക്കകൾ അവളുടെ കണവൻ, അവളുടെ ഭർത്താവിനെ പല പ്രശ്നങ്ങളെ കാണിക്കുന്നതാണ്. അതിൻ്റെ ഗ്രഹച്ചേർക്കയോടൊപ്പം ബലാബലങ്ങൾ, ബലഹാനിയെല്ലാം വന്നാൽ ദോഷത്തെ ആധിക്യമായിട്ട് കാണുകയും വേണം. അപ്പോൾ ഒരു സ്ത്രീയുടെ ജാതകത്തില് ചൊവ്വ രാഹു ചേർക്കെ ഭർത്താവ് വിട്ട് പിരിഞ്ഞു പോവുക, ഡിവോഴ്സ് ആവുക മുതലായ ലക്ഷണങ്ങളും, വഞ്ചിക്കപ്പെട്ട് ഭർത്താവിനാൽ വഞ്ചിക്കപ്പെടാനുള്ളതും ഭർത്താവ് ഫ്രോഡായിരിക്കാനുള്ള ലക്ഷണങ്ങൾക്കും സാധ്യതയായിരുന്നു. ഇതിന്റെ എത്രത്തോളം കൂടുതലുണ്ട് എന്നുള്ളത് നിൽക്കുന്ന ഭാവത്തിനെ ബേസ് ചെയ്തിരിക്കും. ചൊവ്വ കേതു ചേർക്കുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള ഡിവേഴ്സിനോ ഭർത്താവ് അകന്ന് പോകുവാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഭർത്താവിന് അപകടവും പറയാം. ചൊവ്വ ശനി ചേർക്കെ ഭർത്താവിന് കെട്ട വഴക്കങ്ങളും, വൃത്തിയില്ലാത്ത ഭർത്താവും, പല ദുശീലങ്ങളുള്ള ഭർത്താവും, മടിയനായിട്ടുള്ളതും, കാര്യ ഗുണം ഇല്ലാത്ത ഭർത്താവും എല്ലാം പറയാം. അപ്പൊ ഇത്തരത്തില് ഇതിന് തക്കതായിട്ട് ശനി വന്നു കഴിഞ്ഞാല് അന്വേഷിക്കാത്ത ഭർത്താവും ഒക്കെ പറയാം. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ത്രീയുടെ ജാതകത്തില് സെവ രാഹു ചേർക്കെ വന്നാല് അവളുടെ പല്ലുകൾ വിടവുള്ള പല്ലുകളും പല്ല് പൊന്തിയിരിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ചൊവ്വ കേതു ചേർക്കുകയാണെങ്കിൽ ഇടംപല്ല് അവിടെ ഇവിടെയൊക്കെ ചാടി പല്ല് വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കാം. ചൊവ്വ ശനി ചേർക്കുകയാണെങ്കിൽ പല്ല് വൃത്തിയാകാത്ത രീതിയിൽ മലിനമായിട്ടും കേടുള്ള പല്ലും എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പൊ ചൊവ്വയുടെ കൂടെ മറ്റു ഗ്രഹങ്ങൾ വ്യാഴമോ ശുക്രനോ ഒക്കെ ഉണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള വടിവൊത്ത പല്ലുകളും കാണാവുന്നതാണ്. അപ്പൊ ഈ ദോഷപരമായ കളത്രകാരകൻ സ്ത്രീക്ക് ദോഷകരമായിട്ടുള്ള ഗ്രഹച്ചേർക്കയുണ്ടെങ്കിൽ അവളുടെ പല്ലുകൾക്ക് പ്രശ്നം കാണാം. അതുപോലെ തന്നെ അവളുടെ ഭർത്താവിനും പ്രശ്നം കാണാം. കാരണം ചൊവ്വ ഭർതൃകാരകനുമാണ്, പല്ലിന്റെയും പുരുവത്തിന്റെയും കാരകനാണ്. പുരുകം, കൂട്ടുപുരുകം, വളഞ്ഞിരിക്കുന്ന പുരുകം, അസ്ത്രം പോലെ ഇരിക്കുന്ന പുരുകം, ഇങ്ങനെ പുരുവത്തിന്റെയും പല ലക്ഷണങ്ങളും വെച്ച് നമുക്ക് മനസ്സിലാക്കാം പല്ല് പെട്ടെന്ന്
തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഇവിടെ പല്ലിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇതിന് വേറൊരു സൈക്കോളജിക്കൽ സൈഡ് കൂടിയുണ്ട്. ഒരു സ്ത്രീയുടെ ഭർത്താവ് വേണ്ടവിധം അവളെ അന്വേഷിക്കുകയും കാര്യഗൗരവത്തോടു കൂടി നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭർത്താവ് ഭാര്യയുടെ സൗന്ദര്യത്തിൽ വളരെ അധികം ശ്രദ്ധാലുവായിരിക്കും. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വശമാണ് അവളുടെ പല്ല്, പ്രത്യേകിച്ച് ചിരി. അപ്പോ സ്വാഭാവികമായിട്ടും ഭാര്യയുടെ സൗന്ദര്യം ശ്രദ്ധിക്കുന്ന ഭർത്താവ് പല്ലിന് വല്ല കേട് വന്നാൽ ശ്രദ്ധിച്ച് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പല്ല് പൊന്തിട്ടുണ്ടെങ്കിൽ പല്ലിന് വല്ല സ്ട്രാപ്പ് ഇടുകയൊക്കെ ചെയ്യും. അത് മാത്രമല്ല, നല്ല സൗന്ദര്യബോധമുള്ള ഒരു പുരുഷൻ, നല്ല ഗുണഗണങ്ങളുള്ള ഒരു പുരുഷൻ പല്ലിന്റെ സൗന്ദര്യവും കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഭർത്താവില്ലാത്ത സ്ത്രീകളാണെങ്കിലും ഈ ചൊവ്വാദോഷം മൂലം, ചൊവ്വരാഹു ചൊവ്വക്കേതു ചേർക്ക മൂലം ഭർത്താവ് നഷ്ടപ്പെട്ട വൈധവ്യമോ ഡിവോഴ്സ് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഈ പല്ല് പൊന്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കാര്യം അവരുടെ സൗന്ദര്യം ശ്രദ്ധിക്കാനായിട്ട് വേറെ ഒരാള് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ലാത്ത കൊണ്ടും ഈ അവസ്ഥ വന്നേക്കാം. അപ്പൊ ഇത്തരത്തില് സൈക്കോളജിക്കലിയും ഈ കാര്യം ആപ്റ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പഴയകാല സൈക്കോളജി എല്ലാം അസ്ട്രോളജിയിൽ ഹിഡൻ ആയിട്ട് ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സരകല അസ്ട്രോളജി, നമ്മുടെ പാരമ്പര്യ തരത്തിലുള്ള എല്ലാത്തിലും പഴയ സൈക്കോളജി ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചു കിടക്കുന്നുണ്ടെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ലെങ്തി വീഡിയോ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഷോർട്ട് വീഡിയോസും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശ്രേഷ്ഠായ.